ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ കഥ ശ്രദ്ധിച്ചു കേൾക്കണേ. മാന്ത്രിക തൂലിക. നിബിഡമായ വനങ്ങളാൽ ചുറ്റപ്പെട്ട നീലഗിരി എന്ന ഗ്രാമത്തിൽ രാമു എന്നൊരു പാവപ്പെട്ട ബാലൻ താമസിച്ചിരുന്നു. രാമുവിന്റെ ലോകം നിറങ്ങളുടേതായിരുന്നു. കരിക്കട്ട കൊണ്ടും ഇലച്ചാറുകൾ കൊണ്ടും അവൻ പാറപ്പുറത്ത് അതിമനോഹരമായ ചിത്രങ്ങൾ വരച്ചു. പക്ഷേ ചായങ്ങൾ വാങ്ങാൻ പണമില്ലാത്തത് അവനെ എപ്പോഴും വിഷമിപ്പിച്ചിരുന്നു. ഒരു വൈകുന്നേരം കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോയ രാമു ഒരു മരപ്പൊത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന വിചിത്രമായ ഒരു പ്രകാശം കണ്ടു. ആകാംക്ഷയോടെ ചെന്നു നോക്കിയ അവന് ലഭിച്ചത് സ്വർണ്ണനിറത്തിൽ തിളങ്ങുന്ന ഒരു പഴയ തൂലികയായിരുന്നു. അവൻ ആവേശത്തോടെ മണ്ണിലൊരു പക്ഷിയെ വരച്ചു. അത്ഭുതം! ചിത്രം പൂർത്തിയായതും ആ പക്ഷി മണ്ണിൽ നിന്നും ചിറകടിച്ചുയർന്ന് ആകാശത്തേക്ക് പറന്നുപോയി. താൻ വരയ്ക്കുന്നതെന്തും ജീവൻ വയ്ക്കുന്നു എന്ന് മനസ്സിലാക്കിയ രാമു അത് നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ഗ്രാമത്തിലെ കുളങ്ങൾ വറ്റിയപ്പോൾ അവൻ തെളിനീരൊഴുകുന്ന അരുവികൾ വരച്ചു. ദരിദ്രർക്കു വേണ്ടി ധാന്യപ്പുരകൾ വരച്ചു. അങ്ങനെ ആ ഗ്രാമം ഐശ്വര്യപൂർണമായി. എന്നാൽ ഈ വാർത്ത ആ നാട്ടിലെ അത്യാഗ്രഹിയായ പ്രമാണിയുടെ ചെവിയിലും എത്തി. അയാൾ രാമുവിനെ തടവിലാക്കി ആജ്ഞാപിച്ചു, "എനിക്ക് വേണ്ടി ഒരു സ്വർണ്ണമല വരച്ചു തരൂ, എങ്കിൽ നിന്നെ വിട്ടയക്കാം." രാമുവിന് പ്രമാണിയുടെ ദുഷ്ടത അറിയാമായിരുന്നു. അവനൊരു വലിയ കടൽ വരച്ചു. ആ കടലിന്റെ നടുവിൽ ഒരു കൊച്ചു ദ്വീപ് വരച്ച് അതിലൊരു സ്വർണ്ണമലയും വരച്ചു ചേർത്തു. പ്രമാണിക്ക് പോകാനായി ഒരു വലിയ കപ്പലും വരച്ചു നൽകി. പ്രമാണി സന്തോഷത്തോടെ കപ്പലിൽ കയറി ദ്വീപിലേക്ക് തിരിച്ചു. കപ്പൽ കടലിന്റെ നടുവിലെത്തിയതും രാമു തന്റെ തൂലിക കൊണ്ട് വലിയ തിരമാലകളും കൊടുങ്കാറ്റും വരച്ചു. കപ്പൽ തകർന്ന് പ്രമാണി ഒരു വിദൂര ദ്വീപിൽ ഒറ്റപ്പെട്ടുപോയി. അതോടെ ഗ്രാമത്തിന് ആ ദുഷ്ടനിൽ നിന്നും മോചനം ലഭിച്ചു. രാമു തന്റെ മാന്ത്രിക തൂലിക പിന്നീട് ഒരിക്കലും സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചില്ല, മറിച്ച് നാടിന്റെ നന്മയ്ക്കായി മാത്രം ആ വരകൾ തുടർന്നു. ഗുണപാഠം: അമിതമായ അത്യാഗ്രഹം വിനാശത്തിന് കാരണമാകും. നമ്മുടെ കഴിവുകൾ മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഉപയോഗിക്കുമ്പോഴാണ് അത് അർത്ഥവത്താകുന്നത്. ഈ മായാജാല കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭാഗം കമന്റിൽ പറയൂ. പുതിയ കഥകൾക്കായി ഫോളോ ചെയ്യൂ. വീണ്ടും അടുത്ത മായാലോകകഥയിൽ കാണാം.